അങ്ങനെയാണ് ഞങ്ങൾ ആദ്യ അൽറീം എന്ന് പറയുന്ന സ്ഥാപനം ഞങ്ങൾ തുടങ്ങുന്നത്. 6 പേര് നടത്തി ഒഴിവാക്കി പോയൊരു കടയാണത്. അൽറീം ഫ്രാഞ്ചൈസി കൊടുക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ പറയുന്നത് അവിടെ നിന്നൊക്കെ ജനങ്ങൾ വരാൻ തുടങ്ങിയിട്ട് ഗേറ്റ് അടക്കും, ഒക്കെ ചട്ട വിരിച്ച് കിടന്നുറങ്ങി ഉണ്ടാക്കിയെടുത്ത സ്ഥാപനം ഓടിക്കുന്നത് പക്കിയിട്ട് കൊടുക്കുക. അണ്ണന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനത്തെ ലാവണം ആൾക്കാർ വെയിറ്റിങ്ങാ. സാധനം പൊക്കി മേലെ എത്തനോട് എന്താ മറിഞ്ഞ് അങ്ങോട്ട് വീണു കുഴിയിലേക്ക് മൊത്തം ചിക്കനും. ഈ ആൾക്കാരോട് എന്താ നമ്മൾ പറയാം. പക്ഷെ ഭാഗ്യത്തിന് ചെമ്പിലേക്ക് ആടിയതുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരെ പിരിച്ചു വിടാനുള്ള ഒരു പറ്റി. തുടക്കം ഞാൻ പറഞ്ഞ മറിഞ്ഞുകൊണ്ടാണ്. അത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ ആൾക്കാരെ പിരിച്ചു. പിറ്റേ ദിവസം തൊട്ട് ഇതിങ്ങനെ ഫേമസ് ആയി. പിന്നെ പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. തുവൂര്, പാണ്ടിക്കാട്, ഇങ്ങനെ ഇങ്ങോട്ട് പോയ കരുളായി, കാളികാവ്, പിന്നെ വൈക്കടവ്, മഞ്ചേരി. ഇത് ഞാനെന്താ പറയുക, ഞാൻ ഇത് പറയുന്നത് നിങ്ങളെന്ന് പറയുന്നത് ഒരു ചാനലിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ മുമ്പിൽ വെച്ച് പറയണമെന്നാണ് എല്ലാം പറയണത്. അവിടെ നിന്നൊക്കെ ജനങ്ങൾ വരാൻ തുടങ്ങിയിട്ട് ഗേറ്റ് അടക്കും. ഇത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. സീറ്റിംഗ് ഒക്കെ ഫുള്ള്. പിന്നെ ഇത് സീറ്റിംഗ് ഫുള്ളായതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 4 മണിക്കൂറെങ്കിലും ഒരു കുഴി കത്തി വന്ന് ഈ പുറത്തേക്ക് വരുമ്പോൾ പ്രോസസ്സിങ് നടക്കണമെങ്കിൽ 4 മണിക്കൂർ വേണം. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ. ആ ട്രഡീഷണൽ രീതിയിലാണ് അവിടെ ഇവർ ചെയ്യുന്നത്. അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അവിടെ സൗദി അറേബ്യയിലൊക്കെ കുറേ കാലം 2 പേരും നിന്ന് പണിയെടുത്ത ഒരു സംഗതിയാണത്. അങ്ങനെ ഇതെടുത്തു. ഏതായാലും പിന്നത് വൈകുന്നേരമല്ല ഉച്ചക്ക് തുടങ്ങും കച്ചവടം. പൂരപ്പറമ്പ് പോലെ കച്ചവടം, പേരും കച്ചവടം. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് അത്യാവശ്യം പബ്ലിസിറ്റി കിട്ടി നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും അറിഞ്ഞു. പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ചെറുതല്ല, നല്ല പബ്ലിസിറ്റി. ഇന്നൊരു കടയിൽ ഫുഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ വിളിച്ച് ബുക്ക് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വരുമ്പോൾ ഇത്ര പീസ് വേണം അല്ലെങ്കിൽ ഇത്ര ചിക്കൻ വേണം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് വന്നു. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്താൽ പിന്നെ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റി. അതാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഇപ്പോൾ. അങ്ങനെ കുഞ്ഞാപ്പൂ പണ്ട് പറഞ്ഞ ലെവലിൽ തന്നെ കുഞ്ഞാപ്പൂ ഒന്നും ഞാനതിന് ഇല്ല. നിങ്ങൾ വേറെ നോക്കിക്കോ വന്നപ്പോൾ എൻ്റെ ഒരു 25-26 വർഷം മുമ്പ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധം എന്ന് പറയുന്നത്. സക്കീർ എന്ന് പറയും, എറണാകുളത്തുള്ള സക്കീർ. ഇവിടെ വരും, ഞാൻ അവിടുത്തെ പോകുമ്പോൾ അവിടെ താമസിക്കുന്ന 2 ദിവസമൊക്കെ അവരിങ്ങോട്ട് വരും, ബന്ധുവിനെ ഊട്ടി പോകും. അങ്ങനെ ഒരു ബന്ധമാണ്. അങ്ങനെ ഇവർ വെക്കേഷൻ ടൈമിൽ സക്കീർ എൻ്റെ അടുത്ത് വരികയാണ്. അപ്പം എന്ത് ചെയ്തു, എനിക്ക് ഒഴിവില്ലാത്ത സമയം, കാരണം മറ്റ് ബിസിനസ്സും നോക്കണം, ഇതും നോക്കണം, ഇവിടെ തിരക്കും വേണം. അപ്പം എന്ത് ചെയ്യും, ഞാൻ ഏകദേശം ക്ലച്ച് പിടിച്ചു എന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്തു, മറ്റ് ഓരോന്നോരോന്നും ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു. കുഴപ്പമില്ലാത്ത ബിസിനസ് നടക്കണമുണ്ട്. പിന്നെ ഫുൾ ടൈം ആയി ഞാൻ അവിടെ ഫോക്കസ് പഠിച്ചു തുടങ്ങി. അപ്പോഴത്തേക്ക് നമുക്ക് അതിൽ ഞാൻ പറഞ്ഞല്ലോ 2 കാര്യം ഞാൻ നേരത്തെ കുറേ മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ അതിലെടുത്ത് പറയാം. ഇതിൽ ഹോട്ടൽ ഫീൽഡിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരുപാട് ഐറ്റം കൊടുക്കരുത്. 3-4 ഐറ്റം കൊടുക്കുന്നത് പക്കിയിട്ട് കൊടുക്കുക. അത് നമ്മൾ ഒരു കോംപ്രമൈസ് ഉണ്ടായത് ക്വാണ്ടിറ്റിയിലും അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചു പോകാൻ ശ്രമിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളൂ. ഞാൻ സെക്കീറിൻ്റെ കാര്യത്തിൽ വരാം. സെക്കീർ എന്ത് ചെയ്തു, ഇവിടെ വരികയാണ്. അപ്പോൾ ഒരു നേരത്തെ ഫുഡ് നമുക്ക് മന്തി അറിയുന്ന സാധനം ഒന്ന് കഴിച്ചു നോക്കുക പറഞ്ഞു. അവിടുത്തെ എന്താ മന്തി എന്ന് വെച്ചു. അങ്ങനെ സാധനം ഉണ്ട് ഇവിടെ. അപ്പോൾ കുഴിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ അവനും ഇങ്ങനെ ഫാമിലി എല്ലാം കൂടെ മക്കളടക്കം ഒന്ന് കുഴിയൊക്കെ കണ്ടപ്പോൾ ഇവർക്കിത് ഭയങ്കര അതിശയം. ഇങ്ങനെ സംഗതി ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ട്. അങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, കഴിച്ചു നോക്കുകയാണ്. കഴിച്ച പാട് ഇവനിത് കണ്ട് ഇഷ്ടപ്പെട്ടു. എടാ അത് നമുക്ക് എറണാകുളത്ത് നോക്കിയാലോ ചോദിച്ചിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഞാൻ ചിരിച്ചു. കാരണം ഇവിടുന്ന് ഒന്നും തിരിയാനൊന്നും സമയമല്ല. പിന്നെ അങ്ങനെ നിങ്ങളോട് ചിരിച്ചു. പിന്നെ നിരന്തരം വിളി തുടങ്ങി നാട്ടിൽ ചെന്നതിൻ്റെ ശേഷം. എടാ നോക്ക്, സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ. നമുക്ക് ആലോചിക്കാമെന്ന് പറയും. അങ്ങനെ ഒരിക്കൽ ഞാൻ സക്കീറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, സക്കീർ നീ ഒരു കാര്യം ചെയ്യും, നല്ല സൈറ്റ് നോക്കിക്കോ, നമുക്ക് ആലോചിക്കാം. കാര്യമായിട്ട് പറഞ്ഞതാണ്. നല്ല സൈറ്റ് ഉണ്ടെങ്കിൽ നോക്കിക്കോ. എന്നിട്ട് ഏകദേശം 2-3 സൈറ്റ് നോക്കിയതിൻ്റെ ശേഷം നമുക്ക് അതിൽ നല്ലതിനെ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സക്കീർ കുറേ സ്ഥലം തരാൻ തുടങ്ങി. അപ്പം ബാബുവിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്തു. ബാബു ഇങ്ങനെ സംഗതി ഉണ്ട്, നമുക്കതൊന്ന് ആലോചിച്ചാലോ. അതിനെന്തത് നമുക്ക് അങ്ങനെ ചെയ്യാം.
കാരണം എന്താ വെച്ചാൽ ബാബുവിനോട് പറയുന്നത് എന്തിനും ബാബു റെഡിയാണ്. അത് അങ്ങനെയാണ്, അവൻ എന്ത് പറഞ്ഞോട്ടെ അതിന് ഞാനും റെഡിയാണ്. അത് അങ്ങനെയാണ് പോണത്. ആയിക്കോട്ടെ, എന്താ വേണ്ട വരെ നമുക്ക് ചെയ്യാൻ. എപ്പോഴും ഹോംലാൻഡ് സൈഡിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഹോംലാൻഡ് സക്സസ്ഫുൾ ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ പോവാണ്. അപ്പോൾ ഹംസനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഹംസ നമുക്കിങ്ങനെ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തല്ല, അതൊക്കെ നിങ്ങളെങ്ങനെ പറയുന്നത്, നമുക്ക് അങ്ങനെ ആലോചിച്ചാൽ. സലാമും പറഞ്ഞു, സലാമും സപ്പോർട്ട് ചെയ്ത് നമുക്ക് നോക്കുക, ഒരു കൈ നോക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ മന്തിയൊക്കെ ഒരു അറിയുമെന്ന് ചോദിച്ചിട്ടുണ്ട് സലാമും. അത് നമ്മൾ അറിയിച്ചു കൊടുക്കല്ലേ വേണ്ടത്. അതൊരു ചലഞ്ചായിട്ടുണ്ട്. അത് ചലഞ്ച്, അത് നമ്മൾ അറിയിച്ചു കൊടുക്കണം. അതങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എല്ലാത്തിനും നമ്മൾ ആദ്യം നെഗറ്റീവ് ചിന്തിക്കണ്ട, പോയി നോക്കുക, പോയാൽ പോവും, കിട്ടിയാൽ കിട്ടും. പിന്നെ ചലഞ്ച് ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, അറിയാത്തടത്തൊക്കെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ സക്കീർ പല സ്ഥലങ്ങൾ കണ്ട് 3-4 മാസത്തോളം ഞങ്ങൾ തിരയാണ് കേട്ടോ സൈറ്റ്. കാരണം ഇത് കരിയുടെ പ്രശ്നം, പുകയുടെ പ്രശ്നം, ഇതിന് എല്ലാ സിറ്റി സെൻറ്ററിലൊന്നും പോയിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയില്ല. കാരണം അടുത്തുള്ള ബിൽഡിങ്ങിൽ പുക പിടിക്കും, പുക കരി പിടിക്കും, പൊടി പാറും, ഇതൊക്കെ ഉണ്ടാവും. അപ്പം അതിന് പറ്റിയൊരു ഏരിയ തിരയണം. അങ്ങനെ സക്കീർ നിരന്തരം ഓട്ടായി. സക്കീറൊന്നും ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ പറയും, അന്ന് ഈ വീഡിയോ കോളൊക്കെ ഇറങ്ങുന്ന സമയമാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം വീഡിയോ കോളിൽ വിളിക്കാൻ പറയാനുണ്ട്. വീഡിയോ കോൾ കയറി ആ സൈറ്റ് ഇങ്ങനെ കാണിച്ചു തരും, അത് നടക്കില്ല. അപ്പം നമുക്ക് ഇത് പറ്റണോ പറ്റാത്തത് തിരിച്ചറിയാലോ. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യ അൽറീം എന്ന് പറയുന്ന സ്ഥാപനം ഞങ്ങൾ തുടങ്ങുന്നത്. നെടുമ്പാശ്ശേരി അത്താണി എന്ന് പറയും, എയർപോർട്ട് ജംഗ്ഷൻ കഴിഞ്ഞ്. ഇത് 2015-16 ആണ്. എന്നെ എൻ്റെ ഓർമ്മ ശരിയാണ്, അത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു കട, വലിയ സെറ്റപ്പുകളൊന്നുമില്ല. അപ്പം സെക്യൂറിനൊന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യാം, നടക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ചോണ്ടിട്ടുള്ള കാര്യം നോക്കണതാണ്. അങ്ങനെ എന്നോട് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. വീഡിയോ കോൾ ചെയ്തു, ചെറിയ സെറ്റപ്പ് ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലം അതാരതാ ചോദിച്ചു. അതാരതാന്ന് അറിയില്ല, ലെഫ്റ്റ് സൈഡിലാണ് വെച്ചു. കാട് പിടിച്ച് കിടക്കുക രണ്ടും. ഇതിന് നടുക്ക് ചെറിയൊരു കട. 6 പേര് നോട്ട് ചെയ്യണം, 6 പേര് നടത്തി ഒഴിവാക്കി പോയൊരു കടയാണത്. 7ാമത്തെ ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ ഞാൻ ചെന്നു, കണ്ടപ്പോൾ എനിക്ക് ഏകദേശം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അത് വിചാരിച്ചിട്ട് സെക്യൂരിനോടൊന്ന് സംസാരിച്ചിട്ട് ഏകദേശം രൂപം കൊണ്ടാണ്. രൂപം സംസാരിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പോയി, ഞാനും ഹംസയും ബാബും സലാമും കൂടെ ഒന്ന് വണ്ടി കയറി അവിടെ ചെന്ന് ഇതിൻ്റെ ഉടമനെ കണ്ടു. അവരാണെങ്കിൽ ഇത് ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയെങ്കിൽ നിൽക്കുന്ന സമയമാണ്. ഞാൻ ആരും എടുക്കണില്ല, 6-7 ആൾ കൂട്ടിപ്പോയൊരു കടയല്ലേ. ഓൾറെഡി നെഗറ്റീവാണ് അപ്പോൾ. അതെ. ആ അപ്പോൾ ഈ ഞങ്ങൾ 7ാമത്തെ ടീമിൽ ചെന്നപ്പം അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ എടുത്തോളിന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കഴിയുന്ന പോലെ ഞങ്ങൾ പണിതിട്ട് പണി നടക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു എറണാകുളത്ത് ഈ സംഗതി മന്തി എന്താണെന്ന് അറിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അവർ ബോർഡ് വെച്ചിരുന്നു ഞാനങ്ങനെ, ഹോട്ടൽ അൽറീം, കുഴിമന്തിനെ ഹൈലൈറ്റ് ചെയ്യിച്ചിട്ട് കുഴിമന്തി വലുതായിട്ട്. അപ്പോൾ ഹൈവേയുടെ സൈഡ് അത് കട കിടക്കണം, ഒരു സർവീസ് റോട്ടൊക്കെ ഇറങ്ങിയല്ലോ. അപ്പോൾ വണ്ടിക്കാർ വന്നു നിർത്തും. ഇതെന്താ സംഭവം? കുഴിമാന്തി, മന്തിന്ന് വായിക്കണില്ല, കുഴിമാന്തി. നിങ്ങൾ JCBയുടെ അങ്ങനെ എന്തെങ്കിലും വല്ല പരിപാടിയാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. അത്രയും മന്തിനെ പറ്റി അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം എന്ത് ചെയ്യും, ഞങ്ങൾ 5 പേരും ഒരു എന്താ പറയുക, പിന്നെ ഒരേ മനസ്സോടെ ഞങ്ങൾ 5 പേര് ഒരേപോലെ അവിടെ നിന്ന് ഇപ്പം നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഈ ചോറ് കൊണ്ടുവന്ന് നിങ്ങളെ പ്ലേറ്റിലിട്ട് അത് ആദ്യം കഴിക്കാൻ പറയും, ചോറ് മാത്രം. ഈ മന്തിക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 2-3 വീതമായിട്ട് കഴിക്കാൻ പറ്റും. ആദ്യം ചോറ് മാത്രം കഴിക്കാം, പിന്നെ മയോണൈസ് സൽത്താർ എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ ഒരു പേസ്റ്റില്ലേ, അത് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ. പിന്നെ മയോണൈസ് ഒഴിച്ച് മാത്രം കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് വരും. ഇത് രണ്ടും കൂടി കൂട്ടി കഴിക്കുമ്പോൾ 3ാമത്തെ ടേസ്റ്റ് കിട്ടും. ഈ ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ അതായത് ഭക്ഷണം ഫുഡ് കഴിച്ച് കഴിയണ വരെ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. കാരണം ഞങ്ങൾ 5 പേരുണ്ടല്ലോ. കാരണം ഓവർ കസ്റ്റമറൊന്നുമില്ല. പിന്നെ അവിടെ എന്തായി, ഫുഡ് എല്ലാവർക്കും കുറേശ്ശെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. മാത്രമല്ല അൽറീമിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കല്യാണ വീട്ടിലേക്ക് എന്ന പോലെയാണ് ആ ഒരു സർവീസാണ് അവിടെ നിന്ന് കിട്ടുന്നതെന്നുള്ളത് മനുഷ്യന്മാർ പറയാൻ തുടങ്ങി.
അത് പിന്നെ പടിയായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂടും. ചില ദിവസങ്ങളിൽ ഒരു 10, 30, 40 കോഴിയൊക്കെ ഇറക്കി വെക്കും. അതിന് പകുതി ഉണ്ടായി കണ്ട് വേസ്റ്റിൽ കൊണ്ടുപോയി തട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നാളെ എന്ന് പറയുന്ന സംഗതി ഇതിനില്ല. ഇന്ന് ബാലൻസ് വന്ന ചിക്കൻ എടുത്ത് നാളെ വെക്കാൻ പറ്റില്ല, ചോറ് കൊണ്ടുപോയി തട്ടണം. ഇത് മാനസികമായിട്ട് നമുക്ക് വിഷമം വരും, കാരണം ഇത്രയും ചോറുണ്ടാക്കുക തട്ടുക. ഇങ്ങനെ പോയി പിന്നെ ഇത് പറയാൻ തുടങ്ങിയ ആൾക്കാർ. അത് പിന്നെ ഈ പബ്ലിസിറ്റി എങ്ങനെ വരുന്നത് വെച്ചാൽ ആൾക്കാർ അന്ന് ഈ സെൽഫി എടുക്കും. ബോർഡ് ഞങ്ങളന്ന് തന്നെ കറക്റ്റായിട്ട് പുറത്ത് വെച്ചിട്ട് ആ ബോർഡിൽ വെച്ചു അൽറീം കുഴിമന്തി. ഇതിൻ്റെ ബാക്കിൽ നിന്നിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് എടുക്കും, ഫോട്ടോസ് എടുക്കും. ഇതിങ്ങനെ സോഷ്യൽ മീഡിയ പിന്നെ അങ്ങനെ ആക്റ്റീവായി വരുന്ന സമയമാണല്ലോ. ആ സമയത്ത് ഇതിങ്ങനെ കയറാൻ തുടങ്ങി. പിന്നെ കച്ചവടം നല്ല കച്ചവടമായിട്ട് മാറി. അപ്പം എൻ്റെ പാർട്ട്നേഴ്സിനോട് ചോദിക്കുക, സുഖം നമുക്ക് രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റിനെ പറ്റി ചിന്തിച്ചു ചോദിച്ചാൽ ആയിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ. കാരണം എസ്റ്റാബ്ലിഷ് ആവണത് നമ്മളുടെ ഇടയിൽ അറിയപ്പെട്ട് വരണം, അങ്ങനെ സാധനം. പിന്നെന്തായെന്ന് വെച്ചാൽ കച്ചവടത്തിൻ്റെ ഒരു ട്രിക്ക് എന്നുള്ള രീതിയിൽ തികയാതെ വരും, ആൾക്കാർ കുറേ മടങ്ങാൻ തുടങ്ങി. പിന്നെ അതെന്താ വെച്ചാൽ അത് ആ രീതിയിൽ തന്നെ കൊച്ചിക്ക് പോയിക്കോട്ടെ എന്ന് വെച്ചു. കുറച്ച് മടങ്ങിക്കോട്ടെ. അവിടെ അൽറീം പോയി, അവിടെ നിന്ന് കിട്ടണില്ല, സാധനം കിട്ടാനില്ല. അതെ, ആ ഡിമാൻഡിന് നമ്മൾ മാർക്കറ്റാക്കിയിട്ട് എടുത്തു. ഇപ്പം ഉദാഹരണത്തിന് 10 കോഴി വിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് 9 കോഴി വെക്കുള്ളൂ. ആ 9 കോഴിയിൽ ആ ഒരു കോഴി ഷോർട്ടേജ് ആക്കും, അത് മാർക്കറ്റാക്കി എടുത്തു. അതാണ് സത്യത്തിൽ ചെയ്തത്, മാർക്കറ്റാക്കി എടുത്തു. പിന്നെ ഏകദേശം നമ്മൾ ഒരു ലെവലിൽ നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ചോദിച്ചപ്പോൾ മനസ്സിലൊരാൾ ചോദിച്ചപ്പോൾ കുറച്ചുകൂടി കഴിയട്ടടാ എന്നിട്ട് നോക്കാമെന്ന്. കാരണം നമുക്ക് ഗ്രിപ്പാവണം, എന്നിട്ടല്ലേ നഷ്ടം സഹിക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് കിട്ടിയിട്ട് അപ്പുറത്ത് തുടങ്ങിയിട്ട് ലെവലായില്ലെങ്കിൽ ഇതുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അരൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കട കണ്ടെത്തി. മൈക്കിളേട്ടൻ അറിയും, അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഓരോ വ്യക്തിത്വങ്ങളാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തോടെ നമ്മൾ ചോദിച്ചു, ഇങ്ങനെ മൈക്കിളേട്ടൻ അങ്ങനെ ഞങ്ങളൊരു മന്തിയുടെ സംഗതി ചെയ്യണം, ഒരൊറ്റ ബിൽഡിങ്ങേ ഞങ്ങൾക്ക് പറ്റുള്ളൂ, മുകളിൽ ആരെയും താമസിക്കുന്നുണ്ടെങ്കിൽ പുകഞ്ഞ് പുറത്തിയിടും. അപ്പം പുള്ളി ഞങ്ങളെ എന്താ പറയുക, സുധി നീ എന്താ വെച്ച് ചെയ്തോടാ, അങ്ങനെ ഒരു നമുക്കൊരു ഫ്രീഡം തരുമല്ലോ എല്ലാ കാര്യങ്ങളും എന്ന പോലെയായി പുള്ളി ഞങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതും എറണാകുളത്തല്ല, ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്, എറണാകുളത്തിൻ്റെ ബോർഡർ. അങ്ങനെ ഞങ്ങളോട് സ്റ്റാർട്ട് ചെയ്തു, തുടങ്ങി മുന്നോട്ട് പോയി 3 മാസം നഷ്ടത്തിലെ കട വന്ന്. 3 അല്ല, ഏകദേശം 8 മാസത്തോളം ഉണ്ടാവും നഷ്ടം തന്നെ, നഷ്ടം. അപ്പോൾ സലാമനെ വിളിച്ചിട്ടാണ്, സുഖാക്ക എന്താ ചെയ്യണം, നമുക്ക് ആരും കിട്ടി കൊടുത്തു ഒഴിവാക്കല്ലേ, ഇല്ല കടിയിട്ട് നടക്കാൻ വേണ്ടി. അതിൽ നമ്മൾ എന്താ നമുക്ക് പേടിയുണ്ടോ? പേടിയില്ല, നമ്മളിങ്ങനെ കുറച്ചുകൂടി ക്ഷമിക്കുക. ഇന്നിപ്പോൾ ഞങ്ങളെ സെക്കൻഡ് എന്ന് പറയാൻ പറ്റിയ കടയാണ്. ഫസ്റ്റ് അതായത് രണ്ടാമത്തെ കടയാണ്, പക്ഷേ ഞങ്ങളുടെ ബിസിനസ്സിൽ സെക്കൻഡ് സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു കടയിൽപ്പെട്ട കടയാണ് ഇന്നത്. അത് കഴിഞ്ഞ് മൂവാറ്റുപുഴ നമ്മളൊരു ഏരിയക്ക് പോയി, പിന്നെ തുടക്കമാണ് ആ ഏരിയ തന്നെയാണ് കൂടുതൽ. പിന്നെ അതെ, അവിടെ കൊണ്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ലിങ്കായി. അത് ഞങ്ങളെ മെയിൻ മലപ്പുറത്ത് പറയാൻ പറ്റിയ കട എന്ന് പറയുന്നത് ബുഖാരിയാണ്. ബുഖാരി അല്ല, മദ്ബിയാണ് ഞങ്ങളെ മെയിൻ. ഞാൻ ഫസ്റ്റ് ലംസനെ കാണുന്ന കട. അതിന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെ മൊത്തത്തിലൊരു മാറ്റങ്ങൾ വരുത്തി, സൗകര്യങ്ങളും എല്ലാം കൊടുത്ത് മുകളിലെടുത്തു, എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് മദ്ബിനെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് തന്നെ അപ്പം ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തില്ല, ബുഖാരി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തില്ല. അത് രണ്ടാമത്തെ ഒരു ഐറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഐറ്റത്തെ നമുക്ക് എത്രത്തോളം ഡെവലപ്പാക്കി എടുക്കാൻ പറ്റുമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫിഷ്, പിന്നെ ഷവായ, പിന്നെ ബുഖാരി റൈസ്, പുതിയ ഐറ്റംസ് അത് അവിടെ തന്നെ നിർത്തിയിട്ട് ഈ 2 കട ഞങ്ങൾ തന്നെ ഒരുമിച്ചാക്കിയതിൻ്റെ ശേഷം മൂന്നാമത്തെ കടയായിട്ടുള്ള മൂവാറ്റുപുഴ കട അലവിക്കാരൻ്റെ ഒന്നും അയാൾ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യന് നല്ല ഇതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളത് എടുത്തു. അത് പറഞ്ഞോണം ഈ 2 കടൻ്റെ പേരിൽ ഓട്ടാൻ തുടങ്ങി. മൂന്നാമത്തെ കട ആയപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ പേര് രജിസ്റ്റർ ചെയ്തു. ആരും അറിയാതെ തന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ സക്കീറിനോട് തന്നെ നമുക്ക് എടാപട ബന്ധാണ് ഞാനും സക്കീറുന്നു. പക്ഷെ അപ്പോൾ നീ ഒരു കാര്യം ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ പേരെന്നെങ്ങാനും ഒരു ലെവലിലെത്തിയാലോ, നാളെ ഈ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്തില്ല എന്നല്ലേ വരരുത്. കാരണം അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ബാബു എന്ന് വിളിച്ചിട്ടാണ്, സുധി നമുക്കൊന്ന്
രജിസ്റ്റർ ചെയ്തിട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പേര് രജിസ്റ്റർ ചെയ്തല്ലേ ചോദിച്ചു. അതിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞോ പറയുക രജിസ്റ്റർ ചെയ്തിട്ട്. അപ്പം നമ്മൾ അഡ്വാൻസ്ഡ് ആവണം ഒരു കാര്യങ്ങൾക്ക്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചു. നമ്മൾ ഫ്യൂച്ചർ കാണണം മുന്നിൽ. ആയിട്ടില്ലെങ്കിൽ ആ കാശല്ലേ പോവുള്ളൂ, അത് പോയിക്കോട്ടെ നോക്കണം. അങ്ങനെ 3 അത് കഴിഞ്ഞു. 4ാമത്തെ കട ഞങ്ങൾ കൊടുങ്ങല്ലൂരല്ല, തെമ്മനം. ഇതൊക്കെ എത്ര ഇയേഴ്സിനുള്ളിലാണ് ഒരു 4 കടയൊക്കെ ആയത്? അപ്പോൾ ഒരു കടക്ക് നമ്മൾ ഫസ്റ്റിലെ കണക്ക് ഞങ്ങൾ ഒരു വർഷം 2 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അരൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് പോയിട്ട് അങ്ങോട്ട് കത്തിച്ച് കയറിയിട്ടില്ല. അത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടേക്ക് മൂവാറ്റുപുഴ പോണത്, കേക്കപ്പള്ളിയിൽ. അത് കഴിഞ്ഞിട്ട് തെമ്മനം ഈ പറഞ്ഞോണം ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി വെച്ച കടയുടെ സൈഡ് തരാമെന്ന് പറഞ്ഞു. അവിടെ പെൻസിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് മൊത്തത്തിൽ ഇങ്ങോട്ട് തരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് നടക്കില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോന്നു. പിന്നെ ആൾ വിളിച്ചു, എന്നാൽ പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. അങ്ങനെയാണ് തെമ്മനം. അവിടെ നമുക്കൊരു ഭാഗ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്, പഠിച്ചോണ്ട് ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അനുഗ്രഹം, അള്ളാൻ്റെ അനുഗ്രഹം കുറച്ചൊന്നുമല്ല. ഇതിൽ ഞങ്ങൾ 5 പേരുടെ ഞങ്ങളെ കഷ്ടപ്പാട് ഒക്കെ തന്നെ, അത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. അള്ളാൻ്റെ ഇതിന് റബ്ബിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലാണല്ലോ അതൊക്കെ നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ 5 പേരും ഒരുപോലെ ഒരു മനസ്സോടെ ഒരു മെയ്യായിട്ട് ഞങ്ങളിത് കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ കാര്യങ്ങളും ഒരേപോലെ നടത്തുന്നുണ്ട്. പാർട്ട്നേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ബിസിനസ് ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ക്ലാഷിലും ഈഗോയിലും മിസ്അണ്ടർസ്റ്റാൻഡിലും ഒക്കെ അത് പൂട്ടി പോയിട്ടുണ്ട് കുറേ ബിസിനസ്. സോ നിങ്ങൾ ഈ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്ത് ഓരോ ടൈമിൽ ഒരു ടേണിംഗ് പോയിന്റ്സിൽ വന്ന പാർട്ട്നേഴ്സാണ്, അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താവാ? അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന സംഗതി എന്താ വെച്ചാൽ, ബിസിനസ് കൊണ്ടു നടക്കുന്നതിലേറെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പാർട്ണർഷിപ്പിനെയാണെന്ന്. അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ, മെയിനായിട്ട് ഈഗോ ഉണ്ടാവരുത്. അതിൽ എങ്ങനെ പറഞ്ഞു തുടങ്ങാന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. എൻ്റെ ഒരു ഭാഷയിലാണ് ഞാൻ ഈ പറയണ നോക്കട്ടോ. പാർട്ണർമാരെന്ന് പറയുന്നത് ഞാനിപ്പം ബാബുവിൻ്റെ അടുത്ത് അല്ലെ അംസയുടെ അടുത്ത്, അംസേ നീ ആ കാര്യം ചെയ്യണം, ബാബു നീ ഈ കാര്യം ചെയ്യണം, സലമേ അല്ലെ സക്കീറ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് പറയുമ്പോൾ സക്കീറിന് ചിന്തിക്കാം, അല്ലെങ്കിൽ അംസക്ക് ചിന്തിക്കാം, എല്ലാവർക്കും ചിന്തിക്കാം. അങ്ങനെ ഇപ്പം 100 രൂപ മൊത്തം മുടക്കൽ, ഞാനിപ്പോൾ അയക്ക് വേണ്ട ഒരു ഷെയർ 20 ഉറുപ്പിക ഇട്ടിട്ടുള്ളത്, പിന്നെ പോകാൻ എന്നോട് പറയണോ നേരാ എന്നുള്ളൊരു ഭാഷ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ പൊട്ടാൻ 3 മാസം വേണ്ട. 3 മാസം വേണ്ട. ഇന്നും എൻ്റെ കടയ്ക്ക് ഇന്നലെ വരെ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് കട. അതിൽ ഒരു മാസത്തിൽ മിനിമം ഒരു 5 കടയെങ്കിലും എന്നെ വിളിച്ചു, അവിടെ കൊടുക്കാണ്ട് ഇവിടെ കൊടുക്കാണ്ട് കടകളുണ്ട് അറിയും. അതൊക്കെ പാർട്ണർഷിപ്പ് പൊട്ടിയെന്ന് പറയുന്നത് മെയിൻ ഇഷ്യൂ പാർട്ണർഷിപ്പാണ്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ പാർട്ണർഷിപ്പിൽ എല്ലാവരും കൈയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടെ കൈകാര്യം ചെയ്തത്. ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടി ഉണ്ട്. ഞങ്ങൾ 5 ആളും 5 വിധത്തിൽ എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ഇവിടെ എത്തിയിട്ടുള്ളത്. 5 ആൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ബെസ്റ്റ് കാര്യങ്ങളുണ്ടാവും, ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റും. അതെ അതാത് ചെയ്യേണ്ട കാര്യങ്ങൾ ബാബു അത് ചെയ്യടാന്ന് പറഞ്ഞാൽ ബാബു അത് ചെയ്തിരിക്കും. അല്ലെ അംസേ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണട്ടാ, ഇതൊക്കെ ചെയ്തോളാം. ചെയ്ത് കഴിഞ്ഞാൽ അംസ വിളിക്കും, ഇതൊക്കെ അത് ചെയ്തിട്ടുണ്ട്, അല്ലെ സലാം വിളിച്ചു, സലാമേ എൻ്റെ ഡ്യൂട്ടി നാളെ എന്നോട് തരാം എന്ന് പറയണെങ്കിൽ അവരിപ്പോ എന്നോട് ഇങ്ങനെ പോവാൻ പറയുന്നത് എന്താ റിപ്പോർട്ട് ചെയ്യണത് അതുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അതിൽ ഒരാൾ കോർഡിനേറ്റ് ചെയ്യണം കാര്യങ്ങൾ. അതിൽ ചിലപ്പം ഞാൻ കോർഡിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പം ഭാവമായിരിക്കും എന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ഈഗോന്റെ കാര്യം അവിടെ അല്ല. അത് ഞാൻ ചെയ്യാന്ന് പറയുന്നത് അൽറീമിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അൽറീം ജയിച്ചാൽ 5 ആക്കുള്ളതാ അല്ലേ? ആ ഒരു ചിന്ത ഞങ്ങൾക്ക് 5 ആക്കും അൽഹംദുലില്ലാ ഉണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ അൽറീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും മൊത്തത്തില്? 12 വർഷം. ഈ 12 വർഷത്തിൽ ഇപ്പോൾ എത്ര ഔട്ട്ലെറ്റ് ആയി വളർന്നു? മൊത്തത്തിലിപ്പോ 21. അത് പുറത്തിറക്കട്ടോ, സൗദിയിലുണ്ട്, സൗദിയിലും അങ്ങനെ മൊത്തത്തിൽ എല്ലാതും കൂടി 20. ശ്രീലങ്കയിൽ 20 പേരുണ്ട്. ശ്രീലങ്കയിൽ 2 ഉണ്ട്. രണ്ടാമത്തെ ഇപ്പം ഈ മാസം ലാസ്റ്റോട് കൂടെ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ തന്നെയാണ്. ഞാൻ കേട്ട വേറെ കാര്യം എന്താ വെച്ചാൽ അൽറീം ഫ്രാഞ്ചൈസി കൊടുക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താ? അതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ
ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ മെയിനായിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെസിപ്പി അല്ലേ, അതെ. ഈ അത് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ. ഞാൻ ഇപ്പം നിങ്ങൾക്കത് ഫ്രാഞ്ചൈസി തന്നു, ഞാൻ എൻ്റെ റെസിപ്പി അടക്കാൻ തരുന്നത് അല്ലേ, അത് നാളെ നിങ്ങൾക്ക് മിസ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യാം. അത് ബാധിക്കാൻ പോണ ആർക്കാ? അൽറീമിനെ ബാധിക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുക. പിന്നെ ഞങ്ങളൊരു മെയിൻ വിജയം എന്ന് പറയുന്നത് ഞങ്ങളെ സ്റ്റാഫുകളാണ്, പണിക്കാരല്ല, ഞങ്ങൾ കുട്ടികളാണ്. കുട്ടികളൊക്കെ എന്താ വെച്ചാൽ അങ്ങനെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ഞങ്ങളെ പണിക്കാരെന്ന് ഞങ്ങൾ ആരോടും പറയാറില്ല. പിന്നെ അവരാണ് ഇപ്പം അൽറീം കൈകാര്യം ചെയ്ത് പോകുന്നത്. ഇപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ ആ പാട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തു, എല്ലാവർക്കും എല്ലാവരും ഫ്രീഡം കിട്ടത്തക്ക രീതിയിൽ. എന്നാൽ 24/7 ഞങ്ങൾ 5 പേരും അലേർട്ടാണ് കാര്യത്തിൽ. എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമാധാനം, സന്തോഷം തേടി ഓരോരുത്തർക്കും ഓരോരോ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകുന്നുണ്ട്. ഇതുവരെ അവസാനം പറഞ്ഞ് കളിച്ചിട്ടില്ല. അത് വേറെ അത് ഞങ്ങൾക്ക് ഞങ്ങളെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കളും ഫാമിലിയായിട്ട് പോകേണ്ടത് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിൻ്റെ കാരണം ഞങ്ങൾ സ്റ്റാഫുകളല്ല, ഞങ്ങൾ കുട്ടികളാണ്, ഈ ചെറുക്കന്മാരാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാട്ട് അവർക്കും കിട്ടും. അത് കുറച്ച് ബിൽഡ് ചെയ്ത് പോയിട്ടുള്ളത് അത് കീപ്പ് ചെയ്ത് പോകും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അൽറീമിൻ്റെ ഏത് ബ്രാഞ്ചിൽ നമ്മൾ കയറിയാലും ഒരേ ടേസ്റ്റിലാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. അതേപോലെ തന്നെ സർവീസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് സെർവ് ചെയ്ത് കൊടുത്തൊരു കഥ, ആ രീതിയിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് എല്ലാ ഔട്ട്ലെറ്റിലും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളെ പർച്ചേസ് അല്ല, ഞങ്ങൾ നേരിട്ടാണ്. ചിക്കനാണെങ്കിലും അത് അരിയാണെങ്കിലും ക്വാളിറ്റി ചെക്ക് വരെ ചെയ്തിട്ട് അതിന് ശേഷം നമ്മളത് കടയിലേക്ക് വെക്കുള്ളൂ. ഇനി മേ ബി അങ്ങനെ ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു അരി കിട്ടാതെ വരുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ചാക്ക് അരി ഞങ്ങൾ കൊണ്ടുവന്നാൽ അത് ഞങ്ങൾ ടെസ്റ്റ് അടിച്ചിട്ട് കസ്റ്റമർ മുമ്പിലേക്ക് എത്തിക്കുള്ളൂ. ഒന്ന് മീൻ. അപ്പം അത് പ്രത്യേകിച്ച് ഹംസയാണെങ്കിൽ ഹംസ ആണല്ലോ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. പുള്ളി അത് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്താൽ ഓക്കെ ആണെങ്കിൽ സ്റ്റാഫും പയ്യന്മാരും എന്ത് ചെയ്യും, അവർ പറയും വേഗം അത് വേണ്ട അല്ലേ, ഹംസക്ക് അത് വേണ്ട അല്ലേ, അങ്ങനെ ഓരോ സെക്യൂറിനോടാണെങ്കിലും വിളിച്ച് പറയും ഇങ്ങനെ അരി ഇങ്ങനെ ചെറിയ ഹോട്ടലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അരി വലിപ്പക്കുറവുണ്ട്, തിരിച്ച് കയറ്റും ലോഡ്, തിരിച്ചയച്ചതിന് ശേഷം അടുത്ത വരും. അതിൽ കോംപ്രമൈസ് ചെയ്യില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ഫുഡിന്റെ അതായത് ക്വാളിറ്റിന്റെ കാര്യത്തിൽ മാറാൻ സമ്മതിക്കില്ല. പിന്നെ ഇപ്പം എന്താ പറയുക, ഞങ്ങളിലേറെപ്പം ഞങ്ങളെ കസ്റ്റമർക്ക് അറിയാം അല്ലെങ്കിൽ പിന്നെ സക്കീർക്ക എന്നിട്ട് അരി മറിയാം എന്ന് ചോദിക്കും. കാരണം അത് അത്രയും സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഞങ്ങൾ റെഗുലർ കസ്റ്റമർ ഉണ്ട്, സ്ഥിരമായിട്ടാണ് ഞങ്ങൾക്ക് വരുന്നവർ തന്നെയാണ് ഞങ്ങളെ കസ്റ്റമർ. അല്ല, ഞാൻ കാണാറുണ്ട് ഇപ്പം ആ ഒരു ഭാഗത്തിലെ പേജസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ട്രോൾ അല്ലെങ്കിൽ മീമോ രീതിയിൽ വരും, ആർക്കാ സെക്കൻഡ് നോക്കാം, ഫസ്റ്റ് എപ്പോഴും അൽറീമാണ് ആൾക്കാരെ ആ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അതിന്റെ ആ ഒരു ഇതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും ഡിബേറ്റ് പോലെ നടന്നുകൊണ്ടിരിക്കുക, അൽറീം ഏതാ ബെസ്റ്റ് എന്നുള്ള ചോദ്യം വരുമ്പോൾ അത് വരായിരിക്കും. പക്ഷെ പിന്നെ സോഷ്യൽ മീഡിയയായിട്ട് എനിക്ക് കൂടുതൽ ബന്ധം കുറവാ. ബാബു, ഹംസി, സലാം ഇവരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. സക്കീറും ഞാൻ വേറെ റൂട്ട് അങ്ങനെയാണ്. അപ്പൊ ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പബ്ലിസിറ്റിക്ക് കാരണം പബ്ലിസിറ്റി ഞങ്ങൾ ഇപ്പൊ ഈ അടുത്ത് അതിനെപ്പറ്റി ഇത് ജനങ്ങൾ പറയുന്ന ഒരു പബ്ലിസിറ്റിയാണ് ഞങ്ങളത്, അല്ലാതെ അതന്നെയാണ് മെയിനായിട്ട്. അപ്പൊ അത് പോകുന്നുണ്ട്. പിന്നെ ഫുഡിന്റെ ഈ ക്വാളിറ്റി ആണല്ലോ നേരത്തെ ചോദിച്ചു വന്നത്. ചിക്കൻ എന്ന് പറയുന്നത് ഞങ്ങൾ ശാന്തിയുടെ ചിക്കൻ എടുക്കുന്നത്. ഇപ്പം സുഗുണയായിട്ട് മറ്റുള്ള ഏത് കമ്പനി ആണെങ്കിലും എപ്പോഴും ഒരു 6 രൂപ 7 രൂപ നമുക്ക് വ്യത്യാസം കൂടുതലായിരിക്കും. പക്ഷെ ചിക്കൻ്റെ ഒരു എന്താ പറയുക, ആ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഞങ്ങൾക്കും വേണ്ട ഒരു ഉറപ്പ് കഴിക്കണമെങ്കിൽ. അഥവാ ഈ പറഞ്ഞോണം തന്നെ ചിക്കൻ അഥവാ കിട്ടാത്തൊരവസ്ഥ വരെയാണ് പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ കഴിച്ച് നോക്കിയിട്ട് ഓക്കെയാണെങ്കിൽ പുറത്തേക്ക് വിടുള്ളൂ. ഇല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വന്നാലും ആ നഷ്ടമല്ലേ വരുന്നുള്ളൂ. ഞങ്ങളെ അസറ്റ് എന്ന് പറയുന്നത് ഞങ്ങളെ കസ്റ്റമർ അല്ലേ, അവർക്ക് എങ്ങനെ നന്നാക്കി കൊടുക്കാൻ പറ്റുമോ അത് ഞങ്ങൾ നന്നാക്കി കൊടുക്കുക. അതിന് നഷ്ടം വരുന്ന സമയങ്ങളുണ്ട്. ചിക്കൻ്റെ വില അറിയാലോ, 230, 240 രൂപക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ 650 രൂപയ്ക്കും 690 രൂപയ്ക്കും വിൽക്കുന്ന സാധനമാണ്. അതിൽ 1 കിലോ അരിയുടെ വില എന്ന് പറഞ്ഞാൽ 110, 115 രൂപ വരുന്ന അരിയല്ലാതെ നമ്മൾ എടുക്കാറില്ല.
അത് ഹരിയാനയിൽ പോയിട്ടാണെങ്കിൽ ഹരിയാനയിൽ പോയിട്ട് ഞങ്ങളെ ചെക്ക് ചെയ്ത് നോക്കി ഓക്കെ ആണെങ്കിൽ ഞങ്ങളെ പെരിന്തൽമണ്ണ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ഞങ്ങൾക്ക് ചെയ്യുന്ന ആൾക്കാർ മണി എന്ന് പറയും. വർഷങ്ങളായിട്ട് ഞങ്ങൾ അയാളെ ഞങ്ങൾ സാധനത്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ഞങ്ങളിലേറെ വലിയ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. അത് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം ഇവർക്ക് അങ്ങനെ വായിക്കേണ്ട അല്ലെങ്കിൽ സംശയം അയക്കണുണ്ടെന്ന് പറയും. അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. പുതിയ ബാച്ച് ഇത് നെല്ലിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ, ഓരോ വർഷം മാറി മാറി വരുമല്ലോ. അത് ചെയ്തതിന് ശേഷം കൊടുക്കുള്ളൂ. അങ്ങനെ സ്പേഷ്യസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ലോ ക്വാളിറ്റി ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ മനുഷ്യൻ എന്താണെന്ന് വെച്ചാൽ കഴിച്ചിറങ്ങുമ്പോൾ മനസ്സും കൂടി നിറയണമെന്ന് അറിയില്ലേ, അത് നമുക്ക് നിർബന്ധമാണ്. അവിടുന്ന് കഴിച്ചു ആ 10 റുപ്യ വലിച്ചെറിഞ്ഞു പോകരുത്. ആ തരുമ്പോൾ സന്തോഷത്തിൽ തരണം. ആ പൈസക്ക് നമുക്ക് ഒരു വർക്കത്തുണ്ടാവും. അപ്പം എന്താ പറയുക, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഏത് ബിസിനസ് ചെയ്യണമെങ്കിലും അതിന് ഞാൻ കുറേ നേരത്തെ പറഞ്ഞത് ഇത് മാന്യത കാണിക്കാറുണ്ടല്ലോ. ഞാൻ നേരത്തെ അതിൻ്റെ ഭാഷ മാറ്റിയതെന്ന് വെച്ചാൽ വർക്കിനനുസരിച്ചും ഫുഡിനനുസരിച്ചുമാണ്. ചെയ്യുന്ന വർക്കിലാണെങ്കിലും അതിനൊരു മാന്യത ഉണ്ട്, അത് ചെയ്യാം. അത് ഞങ്ങൾ 5 പേരും അതേ ലെവലിലാണ് പോകുന്നത്. ഇനി എന്താ ചോദിക്കാൻ, ഇനി നിങ്ങൾ ചോദിക്കുക. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഔട്ട്ലെറ്റ് ഏതാണ്ടൊക്കെ ചോദിച്ചു നിങ്ങൾ. പിന്നെ കുറേ ആൾക്കാർക്കുള്ളൊരു ഡൗട്ട് എന്താ വെച്ചാൽ, അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് ലക്കില്ലെങ്കിൽ ഒക്കെ വെറുതെ എന്ന് പറയുന്നുണ്ട്. അതിനോട് നിങ്ങളൊരു അഭിപ്രായം എന്താണ്? ലക്ക് മാത്രമല്ലല്ലോ ബിസിനസ്, ആണോ? അല്ല, അതായത് ലക്ക് എന്ന് പറഞ്ഞാൽ ലക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാ. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയാം, 24/7 നമ്മൾ അലേർട്ടായിട്ടിരിക്കുക. നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും, നമ്മൾ അധ്വാനം അത് നല്ലോണം ഉണ്ട്. ഈ പറഞ്ഞ ഞങ്ങളൊക്കെ ചട്ട വിരിച്ച് കിടന്നുറങ്ങി ഉണ്ടാക്കിയെടുത്ത സ്ഥാപന ഓരോരോ 5 പേരും ഒരുപോലെ, അതിലൊരാളെ നേരത്തെ പറയുന്നില്ല, 5 ഒരേപോലെ എടുത്ത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുത്ത് തീറ്റി തിന്നിട്ടാണിത് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പം നമ്മൾ എത്രത്തോളം ഇതിൻ്റെ പിന്നാലുണ്ടോ അത്രത്തോളം നമ്മൾ വിജയിക്കും. അത് നഷ്ടം വരും എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഇട്ട് പോകരുത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലോലി നമ്മൾ കയറ്റിക്കൊണ്ടല്ലോ ഇറക്കി വെക്കണം. അതെ അതെ, ഏത് ബിസിനസ് ആണെങ്കിലും ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും സഡൻ പാടില്ല. കുറച്ച് നഷ്ടം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഗതിയാണെങ്കിൽ അതിനെ സ്ലോലി നിർത്തണം. അതുപോലെ തന്നെ പൊക്കിയെടുക്കുന്നുണ്ടെങ്കിലും, അതായത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിലും സ്ലോലി ചെയ്യണം. എന്നിട്ട് അതിനെ പഠിച്ച് അതിലെ കുറവുകൾ മനസ്സിലാക്കണം. ഞങ്ങൾ 5 പേര്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 5 പേര് ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് അതിൽ ഇൻ്റെ കുറവുകളുണ്ടെങ്കിൽ പറയണമെന്നാ. പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുകയാണ്. എന്താ ആവശ്യം നീ പറയാത്തല്ലേ സെക്യൂർ, നീ എന്താടാ പറയാത്തത്, ഇന്നെ കാരണങ്ങളുണ്ട്, കാലം ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് നിങ്ങൾ ചെയ്യണം കേട്ടോ, ഓക്കേടാ ഞാൻ ചെയ്തോളാം. അവിടെ വേറെ വർത്താനല്ല, അവിടെ ചെറുപ്പവൽപ്പല്ല ഞങ്ങൾക്ക് സംസാരിക്കണവർക്ക്. അപ്പം ഞങ്ങൾ ഓരോ യാത്ര ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മിക്ക സമയങ്ങളും ഇപ്പം ഇന്നലെ കണ്ണൂരാണ്, ഞങ്ങൾ 5 പേര് വരും, 4 പേര്, സക്കീർ അവിടെ ആയതുകൊണ്ടില്ല. പക്ഷെ ഞങ്ങൾ അപ്പം ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക. ഇനി എങ്ങനെ പോകണം, അത് നമ്മളത് എപ്പോഴും വേണം. അല്ല ലക്ക് മാത്രം എന്ന് പറയാൻ പറ്റില്ല, ലക്ക് തന്നെയാണ്. പിന്നെ വർഷം തരുന്ന കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് ചോദിക്കുകയാണ് ഞാൻ. ചോദിച്ചോ. കാരണം നിങ്ങൾ ബിസിനസ്സിലായതുകൊണ്ട് തന്നെ കുറേ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ഈ ഡിസിഷൻസാണ് നമ്മളെ ലൈഫിനെ ഗ്രോ ചെയ്യിക്കുന്നതും നമ്മളെ താഴ്ക്കുന്നതും നമ്മൾ ഡിപ്പാവണതും. സോ അങ്ങനെ നിങ്ങൾ ലൈഫിലെടുത്ത ഒരു നല്ലൊരു ഡിസിഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന്. കുറേ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും, പക്ഷേ ആ ഡിസിഷൻ എടുത്തുകൊണ്ട് ഇങ്ങനെ ആയി, അല്ലെങ്കിൽ ആ ഡിസിഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഡിസിഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒറ്റ വാക്കില്ല, നല്ല ചോദ്യമാണത്, വലിയ ചോദ്യമാണ്. പക്ഷെ അതിന് മറുപടി പറയണത് ഒരുപാട് പറയില്ല. നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ കാണാൻ ബാക്കിയുള്ള 4 പേരുണ്ടല്ലോ, അതിൻ്റെ വലിയ ഡിസിഷനാണ്. അവർ 5 പേരാണ്, ഞങ്ങൾ 5 പേരാണ് അൽറീം പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുട്ടികളും പയ്യന്മാരും അവരൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ അതിന് ഭാഗ്യം എന്ന് പറയും. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാർ കിട്ടിയതൊക്കെ ഭാഗ്യമാണ്. അപ്പം ഞങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളും ഞങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചു, ഓരോ കടക്കും ഓരോ മാനേജ്മെൻറ്റാണ്. അപ്പം ഞങ്ങളെന്താ വെച്ചാൽ ഒരു കാലത്ത് ഞങ്ങൾ കൂടുതൽ അതിലേക്ക് ഇറങ്ങി കളിക്കായിരുന്നു. ഇപ്പം ഞങ്ങൾ അവിടെ തന്നെ ഇറങ്ങി കളിക്കുകയാണെങ്കിൽ അപ്പത്തേ നോട്ട് ചെയ്യണേ, അതിലേക്ക് തന്നെ ഇറങ്ങി ഞാൻ ഇതിൻ്റെ ബിസിനസ്സോ ഞാൻ എന്തെങ്കിലും ഇത് നടക്കൂ എന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ, അത് തെറ്റാണെന്നാണ് ഞാൻ പറയുള്ളൂ.
പഴയ ഞാൻ ഒരു മലപ്പുറം ഭാഷ ഉപയോഗിക്കുന്നതിൽ എന്നുവെച്ചാൽ വറ്റും വെള്ളം വെണ്ണീരും മാറരുതെന്നാണ്. മനസ്സിലായോ? ഒരു ചോറുണ്ടാക്കുമ്പോൾ വറ്റും വേണം, അതായത് ചോറ് അരി വേണം, അതിൻ്റെ വെള്ളം കുടിക്കണം, അതിൻ്റെ വെണ്ണീരുണ്ടല്ലോ കത്തി, അതും ഞാൻ എടുക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നടക്കില്ല. അതിന് വെണ്ണീർ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുക, ബാക്കി വരുന്ന വറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൊടുക്കേണ്ടി വന്നാലും വറ്റ് നമുക്ക് എടുക്കാം, ചോറെടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പം നല്ല ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മ നല്ലൊരു കൂട്ടായ്മയാണ്. അതിൽ എന്തില്ല ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്, ഹാപ്പിയാണ്. 100 അതിൻ്റെ മേലൊക്കെ എന്തെങ്കിലും പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അതിൽ കൂട്ടിച്ച് ഞങ്ങൾ ഓക്കെയാണ്. സോ ഇന്നത്തെ കാലത്ത് കുറേ യങ്സ്റ്റേഴ്സ് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. പണ്ടൊക്കെ എന്താ വെച്ചാൽ ഒരു സിസ്റ്റം, പഠിക്കുക, ഡിഗ്രി എടുക്കുക, ജോബ് പോവുക, ജോബിന് നോക്കുക എന്നുള്ള കാര്യമായിരുന്നു. ഇപ്പം എങ്ങനെയും ഓൺടർപ്രണർ ആവണം എന്നുള്ള മൈൻഡ് സെറ്റിൽ കുറേ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇപ്പോൾ ഇതേപോലെ തന്നെ ഓരോ ഓൺടർപ്രണേഴ്സിൻ്റെ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്കും പറ്റുന്നില്ലൊരു മൈൻഡ് സെറ്റ് വന്നിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ പലരും ഇത് തുടങ്ങി വെക്കുന്നുണ്ട്, പക്ഷെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ ഇത് ഇട്ടിട്ട് പോകുന്നുണ്ട്. സോ ഈ ബിസിനസ് തുടങ്ങുന്നവർക്കും ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ നിൽക്കുന്നവർക്കും നിങ്ങളൊരു അഡ്വൈസ് എന്താ? ബിസിനസ് തുടങ്ങുന്നവർക്ക് കൊടുക്കേണ്ട അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ച് പറയണോ ശരിക്ക്, എന്നാലും എൻ്റെ രീതി ഞാനങ്ങനെ പറയാം. മെയിനായിട്ട് ഞാനൊരു ബിസിനസ്സൊക്കെ ഇറങ്ങുമ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് മൊത്തത്തിൽ സ്റ്റഡി ചെയ്യണം, നമ്മൾ പഠിക്കണം, എത്രത്തോളം ഉണ്ടെന്നുള്ള ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രം ഇറങ്ങാം. ഒന്ന്, പിന്നെ ആ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റു കാര്യങ്ങളെ പറ്റി ചിന്തിക്കാവൂ. ഏത് കാര്യത്തിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മളെ ടൂറും നമ്മളെ യാത്രയും നമ്മളെ പോക്കും. കുടുംബം ഇതിനോടൊപ്പം നടത്തണം, ഇതിനൊപ്പം നടത്തണം, അങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയണം. പിന്നെ വാക്ക് പാലിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ട്, അതായത് പങ്ക്ച്വാലിറ്റി എന്നും പറയുന്നത് അല്ലേ, കൃത്യത, കാര്യങ്ങൾക്കുള്ള കൃത്യത അത് പാലിച്ചിരിക്കണം. അത് നമുക്ക് സപ്ലൈസ് ഉണ്ടാവും. ഒരു ബിസിനസ്സിലാവുമ്പോൾ നമുക്ക് തരുന്ന ആൾക്കാരുണ്ടാവും, നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഇവരോടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് സമയത്ത് ചെയ്തിരിക്കണം. ഇത് നിങ്ങൾക്കൊരു സാധനം തരുന്ന ആളാണെങ്കിൽ ഒരു പ്രാവശ്യം തരും, 2ാം പ്രാവശ്യം നമ്മളെന്ത് ചെയ്യും, ആ ടൈമൊന്നും നിങ്ങൾ കൃത്യത കാണിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഈ സാധനം ഞാൻ തരാൻ എനിക്കൊരു ആലോചിക്കേണ്ടി വരും. ഇത് നിങ്ങൾക്കാണ് തരുന്നത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കോള് വരാൻ വെയിറ്റ് ചെയ്യണം. അതാണ് ബിസിനസ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ മാത്രമല്ല, ഒരു ബിസിനസ് അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും പറയാം, മെയിൻ ഞാനത് പറഞ്ഞത് ഒന്നുകൂടെ പറയാണ്, റിപ്പീറ്റ് ചെയ്യാണ്, ഞാൻ ആരും ചതിക്കൂല എന്നുള്ളൊരു വിശ്വാസം, അതായത് ഒരു ഉറപ്പിൻ്റെ അടുത്ത് വേണം. അപ്പൊ തിരിച്ചില്ലാരും ചതിക്കൂല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എവന്റെ മുന്നിൽ, ഏത് ബിസിനസ്സാൻ്റെ മുന്നിൽ നമുക്ക് പോയി നിൽക്കാനുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാവും. അങ്ങനത്തെ ചതിക്കപ്പെടില്ല. പിന്നെ നമ്മളെ മനസ്സിൽ ഇതുണ്ടാവരുത്, ഇത് പറ്റിച്ചിട്ടാവണം അത് കിട്ടണമെന്നുള്ളത്. കിട്ടുന്നത് പക്കയായിട്ടായിരിക്കണം. നമ്മളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കണമല്ലേ, 100% നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഹാർഡ് ഫേസ് വരുമ്പോൾ തന്നെ ഇട്ടിട്ട് പോകുന്നവരുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ചില ടൈമിൽ നമുക്ക് നിർത്തേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈം എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ ആ ടൈമിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം ഒരു ഓൺടർപ്രണർ മൈൻഡ് സെറ്റിൽ എന്ന് വെച്ചാൽ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, A to Z ആണത്. അതിൽ പഠിക്കുക, പഠിച്ചതിന് ശേഷം ഇത് എവിടെ പോകണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നൊരു തളരരുത്, മെയിനായിട്ട് അതാണ്. ആ ഒരു ബിസിനസ് ഞാൻ ഫെയിലിയർ ആണെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു മൂലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുത്തേ കിട്ടുള്ളൂ, ഒരു കാലത്തും രക്ഷപ്പെടാൻ പറ്റില്ല. അടുത്തിനെ പറ്റി ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഫണ്ട് താനെ വരും, അതിനുള്ള ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ്ടോ. അതാ ഞാൻ പറഞ്ഞ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ചെറുതല്ല, വലിയ കാര്യമാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് മെയിൻ കാര്യം. ഏറ്റവും വലിയ കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പാർട്ണർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഈ ബിസിനസ്സിനെ പഠിക്കണ പോലെ തന്നെ പഠിച്ച ആൾക്കാരായിരിക്കണം. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാവണം അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ എല്ലാവരും തലയിട്ട് കൈയിട്ട് വാങ്ങരുത്. ഒരാൾ ബിസിനസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സ് കാര്യങ്ങൾ കൃത്യമായിരിക്കണം. അത് മാസം തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ മാസം തീർത്തിരിക്കണം. വർഷത്തിലാണെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് ക്ലിയറൻസ് കാര്യങ്ങളും മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിന് ശേഷം പാർട്ണർമാരെ ബോധിപ്പിക്കണം. പിന്നെ അതിൽ
നിങ്ങൾ ഒരാൾ മാത്രം പണിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരവസ്ഥ വരുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അയാൾക്കൊരു 100 രൂപയാണെങ്കിൽ പോലും ശമ്പളം നിശ്ചയിച്ചിരിക്കണം. എന്തിനറിയോ, ഞാൻ മാത്രം ധ്വനിക്കുക, അവർ വീട്ടിലിരുന്ന് പൈസ വാങ്ങുക എന്നുള്ളൊരു അവസ്ഥ വരരുത്. അയാൾക്കൊരു 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ആ 100 രൂപക്ക് അയാൾ പണിയെടുക്കണമെന്നില്ല തോന്നൽ അയാൾക്കും വേണം, പാർട്ണർക്കാണെങ്കിൽ പോലും. മനസ്സിലായില്ലേ? എന്നാൽ ഇതും വന്ന് 100 രൂപ ഒന്നും അല്ല. പക്ഷെ നാളെ തിരിച്ച് പറയരുത്. അതിന് വേണ്ടിയിട്ട് ഇത് കൈകാര്യം ചെയ്യണമെന്നതിന് പിന്നാലെ തന്നെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ വഴി നോക്കി നടക്കും. ഞങ്ങളതല്ല, ഞങ്ങളെന്താ വെച്ചാൽ 5 ആൾ ഒരേപോലെ കാര്യങ്ങൾ നടത്തിട്ട് പോകും. അപ്പം പിന്നെ അതൊരു പ്രശ്നമല്ല, കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ശ്രദ്ധിക്കുക, ബിസിനസ് എന്ന് പറയുന്നത് ചെറുതല്ല, വലിയ കാര്യം. നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യണം. എന്ത് ബിസിനസ് ആണെങ്കിലും അത് ഫ്ലോപ്പാകാം, ക്ലിക്കാവാം, രണ്ടും ആവാം. ഫ്ലോപ്പായി എന്ന് വെച്ചിട്ട് നമ്മൾ സങ്കടപ്പെടണ്ട. വിജയിച്ചു എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കും വേണ്ട. അത്രേ ഉള്ളൂ. അതെ, ഞാനുണ്ടാതില്ല, അല്ല ആരുണ്ടായാലും ശരി അഹങ്കരിക്കണ്ട. ഇതെന്താ പറയുക, തന്നോനെ തിരിച്ചെടുക്കാൻ പണിയില്ല, ഒരു പണിയില്ല, സെക്കൻഡുകൾ മതി. അതുകൊണ്ട് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ബിസിനസ് അറിയണം. നല്ല എനിക്കിപ്പോൾ ഇതിന് കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്താ വെച്ചാൽ, എന്തൊക്കെ നമുക്ക് നേടിയെടുത്താലും നമ്മൾ ഹമ്പിളായിട്ടിരിക്കുക. അതുള്ളൂ. പക്ഷെ നിൽക്കേണ്ടടുത്ത് നിൽക്കേണ്ട പോലെ നിൽക്കണം. അത് വേറെ വശം. ഇപ്പം നമ്മളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ ഒറ്റ ഹമ്പിളായി നിന്നിട്ട് കാര്യമില്ലല്ലോ. ഒടിഞ്ഞു മുറിഞ്ഞ് നിൽക്കുക. ഞാൻ നിൽക്കേണ്ടടുത്ത് ഞാൻ നിൽക്കണം. പക്ഷെ അത് എല്ലായിടത്തും വേണ്ട. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ കണ്ടത് ചെയ്യുക, അവന് ശരി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത്രേ ഉള്ളൂ. സോ നമുക്ക് ഈ എപ്പിസോഡിൻ്റെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പം എനിക്കിപ്പോൾ തോന്നിയൊരു ക്വസ്റ്റ്യനാണ്, ഒരു ഫിക്ഷണൽ ആയിട്ടില്ലാണ്, ഒരു റിയാലിറ്റി ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പോകാൻ വേണ്ടി ചാൻസ് കിട്ടുകയാണ്. ഇങ്ങനെ നിങ്ങളെ ബിസിനസ് തുടങ്ങുന്ന ഒരു ടൈമിലേക്ക്, ആ ടൈമിൽ നിങ്ങൾ എടുത്തൊരു ഡിസിഷൻ മാറ്റി ചെയ്യാൻ പറ്റുന്നൊരു ചാൻസാണിത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റി, അന്ന് ഇങ്ങനെ ഈ ഡിസിഷൻ എടുക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ മാറ്റി ചെയ്യാമായിരുന്നു എന്നൊരു തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ബിസിനസ് തുടങ്ങുന്ന ടൈമിൽ? അതിന് ഒരൊറ്റടിക്ക് എനിക്ക് പോയിനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. ഇല്ല, അത് പോയി, അത് പോയി, അതിൻ്റെ നഷ്ടപ്പെട്ടല്ലോ എന്നാണ് കണ്ട. അല്ല, അങ്ങനെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പുതിയത് എടുത്തിയിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടൊന്നുമില്ല. അതാ ഞാൻ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വിധിയല്ലേ, നിങ്ങൾ പഠിച്ചു. അതുകൊണ്ട് എനിക്കൊരു പാടുണ്ട് അതിൽ, ഇന്ന ചെയ്യരുത്. ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ ഹോട്ടൽ ഫീൽഡിലേക്ക് അൽഡ്രീമിലേക്ക് വരുമ്പം തന്നെയുള്ള ചിന്ത, ഞാൻ ഈ ഹോംലാൻഡ് വന്ന് പഠിച്ചു. അതിൻ്റെ A to Z പഠിച്ചു. പണിക്കാരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പണിക്കാരായിട്ട് എങ്ങനെ പോകണം, പണിഷ്മെൻ്റ് എങ്ങനെ കൊണ്ടുപോകണം, ഇതൊക്കെ നമ്മൾ ഈ ഒരൊറ്റ ഹോംലാൻഡിൽ നിന്ന് പഠിച്ചത്. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ കയ്യിലിട്ട് കറക്കാൻ പറ്റും. എന്തിന്, എവിടെ ഇരുന്നും നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ കടയിൽ നടക്കുന്നത് വരെ നമ്മളെ പോക്കറ്റിൽ നിന്ന് കയ്യിൽ പിടിച്ച് കാണാമല്ലോ. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ അവിടെ ചെയ്യുന്ന ആരാണോ കൈകാര്യം ചെയ്യുന്നത് ആ ആൾക്കാർക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കുക. അവനോട് അതെന്താ ഇതെന്താന്ന് ഇങ്ങനെ മാന്താൻ നിൽക്കണ്ട. ഇങ്ങനെ ചെയ്തു, അത് എന്താ പറയുക, 10 കാര്യങ്ങൾ അല്ലെങ്കിൽ 100 കാര്യം ചെയ്യുമ്പം 1 2 കാര്യങ്ങൾ ഫോൾട്ട് ഉണ്ടാവും. അതുമ്പോൾ കയറി പിടിക്കരുത്. പറ്റിപ്പോയി, ഇങ്ങനെ സംഭവിച്ചു, സാറിലടാ കോട്ട അടുത്ത് നോക്കാറ്. അത് പുറത്തൊരു കൊട്ടുമ്പോൾ അവർക്കൊരു ധൈര്യം വരും. അവരെന്താവും, അന്ന് 10 രൂപ പോയിട്ടുണ്ടെങ്കിൽ 20 രൂപ അറിയാതെ ഉണ്ടാക്കുന്നുണ്ട്. പയ്യന്മാരെ നമ്മൾ ആരും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അവരൊക്കെ അവരുടേതായ എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർക്കും അതിൻ്റെ ഗുണം കിട്ടണം. ഒക്കെ ലേണിങ്സ് മാത്രമല്ലേ. ഒക്കെ ഇന്ന് എന്തെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ നോട്ടം. പോയതും വന്നതും നോക്കൂല. നഷ്ടത്തിലേക്ക് വന്നിട്ടില്ല ഇതുവരെ, തീരുമാനങ്ങളൊന്നും തെറ്റിയിട്ടുമില്ല എന്നാണ്. അപ്പം അങ്ങനെ വന്നിറങ്ങി ഞാൻ അടുത്ത തീരുമാനം ശരിയായില്ല അറിയുമ്പോൾ എൻ്റെ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അത് മനസ്സിലാക്കി ഫ്യൂച്ചർ എന്താണെന്നാണ് തോട്ടം. ഫ്യൂച്ചറിൽ ഇപ്പം എന്താ പറയുക, ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ എന്തൊക്കെ വളർന്നിട്ട് ആ രീതിയിലേക്ക് മാറണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ മാറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കതേപ്പറ്റി കൂടുതൽ അറിയില്ലെങ്കിൽ എനിക്കറിയുന്ന എൻ്റെ കൂടെ എൻ്റെ എന്താ പറയുക, അങ്ങനെ തന്നെ എനിക്ക് പറയാൻ നല്ലത് എൻ്റെ പാർട്ണർക്ക് അറിയാം. അപ്പോൾ അവനോട് പറഞ്ഞത് ബാബു കൈകാര്യം ചെയ്തോ, എങ്ങനെയെന്ന് വെച്ച് ചെയ്തോട്. അതിൽ ചിലപ്പം അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഫോൾട്ടുകൾ ഉണ്ടാവും. ഞാൻ കുറ്റപ്പെടുത്താറില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് ഫോൾട്ടുകൾ ഉണ്ടാവും. ഇന്ന് വരെ വന്നിട്ട് എന്തെങ്കിലും പണി ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ കണക്ക് കാര്യങ്ങൾ, ഇതൊരു വിശ്വാസമാണ്. മനുഷ്യന്മാർ തമ്മിൽ മെയിനായിട്ട് വേണ്ടത് പരസ്പര വിശ്വാസം വേണം.
ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം തെറ്റില്ല. ചിലപ്പോൾ ചില മുറിവുറപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതായത് നമുക്ക് കഴിഞ്ഞ് ഒരു യാത്രയിലൂടെ തീരാവുന്നുള്ളൂ. പിന്നെ ഞങ്ങളിതിപ്പോൾ ഒരു ഫാമിലി ഒരു ട്രിപ്പ് ഞങ്ങൾ അറേഞ്ച് ചെയ്യും. അത് ഇയർലി നിർബന്ധമാണ്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തട്ടമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇൻഷാല്ലാഹ് പുറത്തു പോകുന്നുണ്ട്. അതങ്ങനെയാണ്, അങ്ങനെ ചെയ്യണം. അതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഇപ്പം ഞങ്ങൾ 5 പേരും കൂടിയിട്ട് യാത്ര ചെയ്യും. 8 ദിവസം 10 ദിവസം ഒരുമിച്ച് താമസിക്കും. പുറം രാജ്യങ്ങളിൽ പോകും. പിന്നെ കമ്പനികളൊക്കെ തരുന്ന ഇതുണ്ടാവും. അതിലെന്താവും, ഞങ്ങൾ മാത്രമല്ല, ഇപ്പം എൻ്റെ സ്റ്റാഫുകളൊക്കെ ഇപ്പോൾ പുറത്തു പോകാൻ നിൽക്കുകയാണ്. എല്ലല്ല, ഓരോ മാനേജർമാർ ഓരോ കമ്പനീൻ്റെ കിട്ടുന്നത് അവരും പോട്ടെ, ഞങ്ങൾ മാത്രമൊന്നുമല്ല. പിന്നെ ഞങ്ങൾ കൊണ്ടേ ഞങ്ങൾ പോരുന്ന പൈസ എടുത്ത് പോകണമുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാഗമാണ്, ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഫാമിലി കൂടുതൽ ഈ 5 പേരെ ഫാമിലി ഒരുമിച്ച് അതിൽ ഒരുപാട് തട്ടുമുട്ടുകൾ പോകും. അപ്പോൾ അതുകൊണ്ട് ഇന്നുവരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായില്ല. എല്ലാ കണക്കും നോക്കും. എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഒറ്റ വാട്സപ്പിൽ തീരാവുന്നുള്ളൂ. ടിൻറ്റിൻ തന്നെ നെക്കി വിടും. ഇന്ന് വരെ, ഈ നിമിഷം വരെ, അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു വിജയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാർട്ണർമാരാണ്. അവർ ഈ നിമിഷം വരെ ഞാൻ ഇട്ടെടുത്തിട്ടുള്ള കണക്കിന് സുഖ അത് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഉത്തരവാദിത്തം കൂടുതലാണ് അല്ലേ? അപ്പോൾ ഒരു പൈസ പോകാതെ നോക്കുക എന്നുള്ളത് അതിൻ്റെ ഉത്തരവാദിത്തമായിരിക്കും. അപ്പോൾ അത് ഞാൻ മാക്സിമം നോക്കും. ഇന്നലെ വരെ ഞാൻ എൻ്റെ ബാബുവിനോട് ഞാൻ പറഞ്ഞു, എന്തോ ഒരു സംസാരത്തിൽ കൂടെ, നമ്മൾ ഈ കണക്കൂട്ടുന്ന സമയത്ത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 25 പൈസ 30 പൈസയൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കൂടെ വിടും. അത് ഹലാലാക്കുന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടല്ലോ. ആണോ പയണി അറിയാൻ അങ്ങനെ പറയുള്ളൂ. അതങ്ങനെ ആകാവൂ. അപ്പം പാർട്ണർഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ, പാർട്ണർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനത്തെ പോലെ ആവണം. അതല്ല ഓപ്പോസിറ്റിലേക്ക് വരും തോന്നിയാൽ അതിന് നേരത്തെ പറഞ്ഞൊരു മാർഗം ഇതിലുണ്ട്. ആ മാർഗം സ്വീകരിക്കണം. നിങ്ങൾക്ക് മാറണമെങ്കിൽ മാറിക്കോളൂ. അതല്ല എൻ്റെ ഫണ്ട് ഞാൻ എടുത്തോളാം, എൻ്റെ ഫണ്ട് ഞാൻ എടുത്തിട്ട് നിനക്ക് മാറിയോ, അതിൽ നിനക്കൊരു നഷ്ടമില്ലാത്ത രീതിയിൽ ഞാൻ നിന്നെ കൈകാര്യം ചെയ്യണം. അപ്പം എന്താ വെച്ചാൽ പരസ്പരം തെറ്റോ കുറ്റോ തമ്മിൽ ഒരു വാശോ വൈരാഗ്യമൊന്നും ഉണ്ടാവില്ല. അതിൽ ചെറിയൊരു നഷ്ടം താൽക്കാലികം വന്നാൽ അത് നമ്മളൊരു ഗുണമായിട്ട് മാറും. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മളെന്താ പറയുക, ഇതൊന്നും പഠിച്ചു വെക്കുന്നല്ല, നമ്മൾ ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. ആ, നമ്മളത് ചെയ്യുമ്പോൾ പിന്നെ യാത്രകൾ ചെയ്യുക കുട്ടികളെ. എപ്പോഴും യാത്ര മീൻസ് പുറം രാജ്യങ്ങൾക്ക് പറ്റുന്നവർക്ക് അങ്ങനെ പോവുക. പിന്നെ ഔട്ട് ഓഫ് കേരള പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവുക. അല്ലെങ്കിൽ ഏത് യാത്രക്കും അതിൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് വായിച്ച് പഠിക്കണേലേറി, കണ്ട് സിനിമ കണ്ട് പഠിക്കണേലേറി ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് യാത്രകളിലാണ്. ഒരുപാട് കാര്യങ്ങൾ താഴെ കട തൊട്ടും ഏറ്റവും മേലെ കട വരെ നമുക്ക് കാണാനും പഠിക്കാനും എല്ലാ യാത്രകളും നമ്മൾ ശ്രദ്ധിക്കണത് അവിടെ എല്ലാവരോടും പറയല്ലോ കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജീവിതം എന്താണ്, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു പെട്ടിക്കട കണ്ടാൽ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഒരു പെട്ടിക്കട ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താം. ഓടുമ്പോഴും നടക്കുമ്പോഴും അത് കാണുള്ളൂ. ഞാൻ എൻ്റെ പരമാവധി ഞാൻ യാത്രകൾ ചെയ്യുന്നുണ്ട് ഓരോ രാജ്യങ്ങളും, ഒരുവിധം രാജ്യങ്ങളൊക്കെ. സോ നമ്മൾ ഈ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെ ഇത്രയും തിരക്കിനിടയിലും ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് തന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടും. അതിൻ്റെ എത്രയോ ഇരട്ടി ഇൻസൈറ്റ്സും ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്കും നമ്മളെ ഓഡിയൻസിനും. അത് നമ്മളെ ഫ്യൂച്ചറായിട്ടുള്ള ഓൺടർപ്രണർഷിപ്പ് ലൈഫാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് അങ്ങനെ ഉപകാരപ്പെടും എന്തായാലും. സോ നിങ്ങൾ ഈ വാല്യുബിൾ ടൈമിനും ഇതൊക്കെ ഷെയർ ചെയ്തതിനും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. തീർക്കാം. താങ്ക് യു സോ മച്ച്.